ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രഭാഷകന്റെ പുസ്തകം 36-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ഈ അധ്യായത്തിൽ മൊത്തം 31 വാക്യങ്ങളുണ്ട്. ഇതിൽ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് കുടിലബുദ്ധി, സൂക്ഷ്മബുദ്ധി എന്നിവയെ പറ്റിയും ഭാര്യ പുരുഷന് ആരാണ് എന്നും എങ്ങനെയുള്ള രണ്ടുപേരെ ആര് വിശ്വസിക്കും എന്നും പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 36:1 വാക്യമനുസരിച്ച് പ്രഭാഷകൻ കർത്താവിനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്? എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവേ. രണ്ടാമത്തെ ചോദ്യം, എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവിനോട് എങ്ങനെ ഞങ്ങളെ കടാക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്? കാരുണ്യപൂർവം. മൂന്നാമത്തെ ചോദ്യം, ആര് കർത്താവിനെ ഭയപ്പെടാൻ ഇടയാക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്? എല്ലാ ജനതകളും. നാലാമത്തെ ചോദ്യം, ആർക്കെതിരെ കരം ഉയർത്തണമേ എന്നാണ് പ്രഭാഷകൻ കർത്താവിനോട് പ്രാർത്ഥിച്ചത്? അന്യജനതകൾക്കെതിരെ. അഞ്ചാമത്തെ ചോദ്യം, അന്യജനതകൾ എന്ത് ദർശിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിച്ചത്? കർത്താവിൻ്റെ ശക്തി. ആറാമത്തെ ചോദ്യം, കർത്താവിനെ ആരുടെ മുമ്പിൽ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അന്യജനതകളുടെ മുമ്പിൽ. ഏഴാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ ഡാഷ് ഇടയാക്കണമേ മഹത്വപ്പെടുത്തുവാൻ. എട്ടാമത്തെ ചോദ്യം, ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ ആര് അങ്ങയെ അറിയുകയും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അന്യജനതകൾ. ഒമ്പതാമത്തെ ചോദ്യം, അന്യജനതകൾ എന്ത് മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന്. പത്താമത്തെ ചോദ്യം, എന്തൊക്കെ വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച്. 11ാമത്തെ ചോദ്യം, എന്തിനെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കോപത്തെ ഉണർത്തി. 12ാമത്തെ ചോദ്യം, കോപത്തെ ഉണർത്തി എന്ത് വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്രോധം വർഷിച്ച്. 13ാമത്തെ ചോദ്യം, കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ആരെ നിശേഷം നശിപ്പിക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശത്രുവിനെ. 14ാമത്തെ ചോദ്യം, എന്ത് അനുസ്മരിച്ച് കാലത്തെ ധ്വരിപ്പിക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വാഗ്ദാനം അനുസ്മരിച്ച്. 15ാമത്തെ ചോദ്യം, കർത്താവിൻ്റെ എങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കരുത്തേറിയ പ്രവർത്തനങ്ങളെ. 16ാമത്തെ ചോദ്യം, അവശേഷിക്കുന്നവൻ കർത്താവിൻ്റെ എന്തിൽ ദഹിക്കുകയും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കോപാഗ്നിയിൽ. 17ാമത്തെ ചോദ്യം, ആര് നാശമടയുകയും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ. 18ാമത്തെ ചോദ്യം, 36:12 വാക്യമനുസരിച്ച് ശത്രു രാജാക്കന്മാർ എന്താണ് ജൽപ്പിക്കുന്നത്? ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന്. 19ാമത്തെ ചോദ്യം, ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ എന്ത് തകർക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്? തല തകർക്കണമേ എന്ന്. 20ാമത്തെ ചോദ്യം, ആരുടെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? യാക്കോബിൻ്റെ ഗോത്രങ്ങളെ. 21ാമത്തെ ചോദ്യം, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടി എന്തു ചെയ്യണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവരുടെ അവകാശം മുമ്പിലത്തേതുപോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ എന്ന്. 22ാമത്തെ ചോദ്യം, ഇസ്രായേലിനെ കർത്താവ് എങ്ങനെയാണ് പരിഗണിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യജാതനെ പോലെ. 23ാമത്തെ ചോദ്യം, എങ്ങനെ വിളിക്കപ്പെട്ട ജനത്തിൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട. 24ാമത്തെ ചോദ്യം, കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരമേത്? ജെറുസലേം. 25ാമത്തെ ചോദ്യം, കർത്താവിൻ്റെ വിശ്രമ സങ്കേതം ഏത്? ജെറുസലേം. 26ാമത്തെ ചോദ്യം, ജെറുസലേം കർത്താവിന് എന്തൊക്കെയാണ്? കർത്താവിൻ്റെ വിശ്രമ സങ്കേതവും കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരവും. 27ാമത്തെ ചോദ്യം, സിയോനെ എന്തുകൊണ്ട് നിറയ്ക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്? അങ്ങയുടെ അത്ഭുത പ്രവർത്തികളുടെ ഘോഷം കൊണ്ട്. 28ാമത്തെ ചോദ്യം, അങ്ങയുടെ അത്ഭുത പ്രവർത്തികളുടെ ഘോഷം കൊണ്ട് ആരെ നിറയ്ക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സിയോനെ. 29ാമത്തെ ചോദ്യം,
കർത്താവിൻ്റെ മഹത്വം കൊണ്ട് എന്തിനെ നിറയ്ക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിൻ്റെ ആലയത്തെ. 30-ാമത്തെ ചോദ്യം ആർക്ക് സാക്ഷ്യം നൽകണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിൻ്റെ ആദ്യ സൃഷ്ടികൾക്ക്. 31-ാമത്തെ ചോദ്യം എന്ത് പൂർത്തിയാക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങയുടെ നാമത്തിൽ അരുൾ ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ. 32-ാമത്തെ ചോദ്യം ആർക്ക് പ്രതിഫലം നൽകണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്. 33-ാമത്തെ ചോദ്യം കർത്താവിൻ്റെ പ്രവാചകന്മാരുടെ എന്ത് തെളിയട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിൻ്റെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത. 34-ാമത്തെ ചോദ്യം കർത്താവെ, അങ്ങയുടെ ജനത്തിന് ആര് നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അഹ്റോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത്. 35-ാമത്തെ ചോദ്യം എന്ത് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന്. 36-ാമത്തെ ചോദ്യം ഏതു ഭക്ഷണവും സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉദരം. 37-ാമത്തെ ചോദ്യം എന്താണ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നാവ്. 38-ാമത്തെ ചോദ്യം സൂക്ഷ്മബുദ്ധി എന്ത് തിരിച്ചറിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വ്യാജവാക്ക്. 39-ാമത്തെ ചോദ്യം സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നതിനെ എന്തിനോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നു? നാവ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ. 40-ാമത്തെ ചോദ്യം കുടിലബുദ്ധി എന്ത് വിതയ്ക്കുന്നു? ദുഃഖം വിതയ്ക്കുന്നു. 41-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു. ഡാഷ് അതിന് പകരം വീട്ടും. അനുഭവസമ്പന്നൻ. 42-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. സ്ത്രീ ഡാഷ് പുരുഷനെയും സ്വീകരിക്കും. ഏതു പുരുഷനെയും? 43-ാമത്തെ ചോദ്യം പുരുഷൻ എല്ലാ സ്ത്രീകളെയും എന്തായി പരിഗണിക്കുന്നില്ല? അനുരൂപകളായി. 44-ാമത്തെ ചോദ്യം സ്ത്രീയുടെ എന്ത് പുരുഷനെ സന്തുഷ്ടനാക്കുന്നു? സൗന്ദര്യം. 45-ാമത്തെ ചോദ്യം സ്ത്രീയുടെ എന്ത് വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ. 46-ാമത്തെ ചോദ്യം സ്ത്രീയുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ ആര് ഭാഗ്യവാനാണ്? അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ. 47-ാമത്തെ ചോദ്യം പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ത്? ഭാര്യ. 48-ാമത്തെ ചോദ്യം ഭാര്യ പുരുഷൻ്റെ എന്താണ്? തുണയും താങ്ങും. 49-ാമത്തെ ചോദ്യം എന്തില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും? വേലിയില്ലാത്ത വസ്തു. 50-ാമത്തെ ചോദ്യം ആരില്ലാത്തവൻ നെടുവീർപ്പെട്ടുകൊണ്ട് അലഞ്ഞു നടക്കും? ഭാര്യയില്ലാത്തവൻ. 51-ാമത്തെ ചോദ്യം നഗരം തോറും ചുറ്റി നടക്കുന്ന ആര് വിശ്വസിക്കും? കൊള്ളക്കാരനെ. 52-ാമത്തെ ചോദ്യം എന്തില്ലാതെ അലഞ്ഞു നടക്കുകയും എത്തുന്നിടത്ത് അന്തി ഉറങ്ങുകയും ചെയ്യുന്നവനെ ആര് വിശ്വസിക്കും? വീടില്ലാതെ. അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.